ചാടി എന്താണ് ഇതൊരു ടെൻഷൻ? കാരണം നിനക്കറിയാലോ, ഇപ്പൊ 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ അവളെ വീട്ടില് അവരുടെ കൂടെ ഒറ്റയ്ക്ക് നിർത്തി പോകണ്ട വെച്ചിട്ടാ ഇവിടെ ഈ വീടും വാടകയ്ക്ക് എടുത്തിട്ട് അവളെ കൊണ്ടുവന്നു. അതിനെന്താ പ്രശ്നം? അടി ലച്ചു, എന്താ ഇന്ന് എനിക്ക് ഓഫുള്ള ദിവസമല്ലേ, നമുക്കൊന്ന് പുറത്തു പോയി കറങ്ങിയിട്ടൊക്കെ വരാന്ന്. എന്റെ ഉദയം മഴ വരുന്നുണ്ട്, പിന്നെ എനിക്ക് വയ്യ. ഇനി ഡ്രസ്സ് അയൺ ചെയ്യണം, മാറണം. എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, പെട്ടെന്ന് ഞാനങ്ങ് മരിച്ചു പോയി, നീ എന്ത് ചെയ്യും? പിന്നെ നീ ഇപ്പൊ മരിക്കാൻ പോകുന്നു, മിണ്ടാതിരുന്നു. അതല്ല എടി, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. നിനക്ക് പുറത്തിറങ്ങി ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല. ഒന്ന് വില്ലേജ് ഓഫീസിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ഐഡിയ ഇല്ല. കറണ്ട് ബില്ല് അടയ്ക്കാൻ പറഞ്ഞാൽ നിനക്കറിയില്ല. എന്നാൽ ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകാൻ പറഞ്ഞാൽ അവിടെ പോയിട്ട് നിനക്കൊരു കാര്യം അറിയില്ല ചെയ്യാൻ. അതൊക്കെ ഞാൻ അപ്പം നോക്കിക്കോളാം. എപ്പോ നോക്കാന്ന്? ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കാൻ എൻ്റെ ലച്ചു. പിന്നെ ഒരു കാര്യം പറയുന്നത്, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കണ്ടേ? മിണ്ടാതിരിക്കുക, വെറുതെ നെഗറ്റീവ് അടിക്കായിരുന്നിട്ട്. എനിക്ക് ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയത് ഒരു മടുപ്പും വരുന്നില്ല. ഉദയൻ ഇങ്ങനെ സ്വന്തമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു മടുപ്പില്ലല്ലോ. എന്റെ ഇഷ്ടം ഇതൊക്കെ നോക്കിയിരിക്കല്ലോ, അപ്പൊ പിന്നെ എനിക്ക് അവിടെ മടക്കാനാ? ഇവിടെ ആരും ഇല്ലാത്തപ്പോ നോക്കിയിരിക്കണില്ലേ? ഞാൻ ഉള്ളപ്പോ എന്നോടൊന്ന് സംസാരിച്ചാലും കുറച്ചേരം. പറ്റാത്തോണ്ട് അതെയാ, എനിക്ക് ഫോണില് നോക്കിയില്ലെങ്കിൽ സുഖമില്ല. ഓ, ഇപ്പൊ പ്രശ്നക്കാരിയാണല്ലേ? എടാ, അവളാണ് പ്രശ്നക്കാരിയൊന്നുമല്ല. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെ. അവളുടെ ഈ കാട്ടിക്കുള്ള കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അങ്ങനെ വെച്ചാ എടാ, എനിക്ക് വേറൊന്നും വേണ്ട. അവളൊന്ന് ആക്റ്റീവായിട്ട് ഉണ്ടാൽ മതി. ലൈഫിൽ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയാൽ മതി. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വഴിയുണ്ട്, നോക്കണം. എന്ത് വഴി?